നമസ്കാരം. സൈക്കോളജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ അല്ലെങ്കിൽ OCD ബാധിച്ച ആളുകൾ നിത്യജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് OCDയെക്കുറിച്ച് കൃത്യമായ അറിവ് നേടുക എന്നുള്ളതാണ്. എന്താണ് ഒബ്സഷൻ, എന്താണ് കമ്പൽഷൻ, എന്താണ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ, ഇത് എന്തുകൊണ്ടാണ് വരുന്നത്, ഇത് മാറ്റിയെടുക്കേണ്ടതിൻ്റെ കാരണങ്ങൾ, അല്ലെങ്കിൽ ഇത് മാറ്റിയെടുത്തില്ലെങ്കിൽ എന്താണ് ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ഇത് എങ്ങനെ മാറ്റിയെടുക്കാം, ഇതെല്ലാം കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുക. അതിനുവേണ്ടി നമുക്ക് പുസ്തകങ്ങളെ ആശ്രയിക്കാം, ഇന്റർനെറ്റിനെ ആശ്രയിക്കാം, വീഡിയോകളെ ആശ്രയിക്കാം. അതുപോലെ തന്നെ മാനസികാരോഗ്യ വിദഗ്ധരോട് സംസാരിച്ച് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് മനസ്സിലാക്കിയെടുക്കാം. ഇങ്ങനെ കൃത്യമായ അറിവ് നേടുന്നതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് അസുഖത്തെ നമ്മൾ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അതിനെ ചികിത്സിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് കൃത്യമായ അറിവ് നമുക്കുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം വളരെ എളുപ്പമായി തീരും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളെ വഴി തെറ്റിച്ച് കൊണ്ടുപോകുന്ന തെറ്റായ ചികിത്സാ രീതികളോ അല്ലെങ്കിൽ തെറ്റായ ഉപദേശങ്ങളോ നമ്മളിലേക്ക് വരില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കൃത്യമായ രീതിയിൽ വേണ്ട രീതിയിലുള്ള ചികിത്സ എടുത്ത് നമ്മളതിനെ പ്രതിരോധിക്കാൻ, നമുക്കതിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ നേരിട്ട് കാണുക, അവരോട് നമ്മുടെ ബുദ്ധിമുട്ടുകൾ തുറന്നു പറയുക. ഇതൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങൾ, ഇതിന് ഞാൻ എന്ത് ചികിത്സയാണ് എടുക്കേണ്ടത്, ഇത് എൻ്റെ ജീവിതത്തെ ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ, അതോ വളരെ പെരിഫറലായിട്ടുള്ള ഒരു വലിയ ജീവിതത്തെ ഒന്നും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ചെറിയ ചെറിയ ഒബ്സസീവായ പ്രശ്നങ്ങളാണോ ഉള്ളത്. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒബ്സസീവ് കമ്പൽസീവ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കനുസരിച്ച് കൃത്യമായ ഒരു ഉപദേശവും വേണമെങ്കിൽ ചികിത്സയും ആ ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റ് നമുക്ക് ഉപദേശിക്കും, അല്ലെങ്കിൽ അവർ അതിനനുസരിച്ച് വേണ്ട ഒരു രീതിയിലേക്ക് നമ്മളെ മുന്നോട്ട് നയിക്കും. മൂന്നാമത്തെ കാര്യം എന്നുള്ളത് എങ്ങനെ ഈ ഒബ്സസീവായ ചിന്തകളെ നേരിടണം എന്നുള്ളത്. ഒബ്സസീവായ ചിന്തകളെ നമ്മൾ ചലഞ്ച് ചെയ്യാൻ പഠിക്കേണ്ടി വരും. എങ്ങനെയാണ് ഒബ്സസീവായ ചിന്തകളെ ചലഞ്ച് ചെയ്യുക? ആദ്യത്തെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഒബ്സസീവായ ചിന്തകൾ, നമുക്കറിയാം അതൊന്നും റിയൽ ചിന്തകളല്ല. അപ്പോൾ ഇത് റിയൽ ചിന്തകളല്ല, ഇത് വെറും ഒബ്സസീവായ ആർട്ടിഫിഷ്യലായ ചിന്തകളാണ്, മനസ്സിലുണ്ടാക്കപ്പെടുന്ന ചിന്തകളാണ്. ഇതൊന്നും ശരിയല്ല എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിപ്രധാനമായിട്ടുള്ള കാര്യം. ഇത് മനസ്സിലാക്കുമ്പോൾ തന്നെ ഇതൊരു ആർട്ടിഫിഷ്യൽ ആയ ചിന്തകളാണ്, ഇത് മനസ്സിൻ്റെ ഒരു പ്രത്യേക രീതി കാരണം അല്ലെങ്കിൽ തലച്ചോറിലുള്ള ചില രാസപ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന ആർട്ടിഫിഷ്യൽ ചിന്തകളാണ്. ഇത് നമ്മുടെ നിത്യജീവിതവുമായി അല്ലെങ്കിൽ നമ്മുടെ റിയൽ ലൈഫുമായി ഇതിനൊരു ബന്ധവുമില്ല എന്നുള്ളത് മനസ്സിലാക്കി അത് സ്ഥാപിച്ചെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം അതിൻ്റെ റിയാലിറ്റി, അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതോടുകൂടി നമുക്ക് ഈ ഒരു OCD എന്നുള്ള പ്രശ്നത്തോടുള്ള ഭയം കുറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ചിന്തകളെ കൃത്യമായി നേരിടുവാനുള്ള ഒരു ശക്തി അല്ലെങ്കിൽ ഒരു തൻ്റെയിടം നമുക്ക് ലഭിക്കുന്നതാണ്. മൂന്നാമത്തെ കാര്യം എന്നുള്ളത് ഒബ്സഷൻ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് തള്ളിക്കയറി വരുന്ന ചിന്തകൾക്കനുസരിച്ച് ആ ചിന്തകൾ ഉണ്ടാക്കുന്ന മാനസിക അസ്വാസ്ഥ്യം അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി, താൽക്കാലികമായെങ്കിലും അതിൽ നിന്നും ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി നമ്മുടെ മനസ്സ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന ചില പ്രവൃത്തികളുണ്ട്. അതായത് കമ്പൽസീവായ പ്രവൃത്തികൾ അല്ലെങ്കിൽ കമ്പൽഷൻസ് എന്നറിയപ്പെടുന്ന പ്രവൃത്തികൾ. ഈ പ്രവൃത്തികളിൽ നിന്നും നമ്മളെ കഴിയാവുന്നത്ര അകലം പാലിപ്പിക്കുന്ന രീതിയാണ് മറ്റൊന്ന്. ഒറ്റയടിക്ക് കമ്പൽസീവായ പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല മാർഗം. പക്ഷേ കാലാകാലങ്ങളായി നമ്മൾ കമ്പൽസീവായ പ്രവൃത്തി ചെയ്ത് പഴക്കം വന്ന ആളുകളാണെങ്കിൽ ഒറ്റയടിക്ക് അതിനെ നിർത്തി മാറ്റിയെടുക്കാൻ കഴിയാത്തവരായി മാറിയിട്ടുണ്ടാവാം. ഇത് ഒബ്സസീവായ ചിന്തകൾക്കനുസരിച്ച് നമ്മൾ കമ്പൽസീവായ പ്രവൃത്തി ചെയ്ത് കാലപ്പഴക്കം വന്ന പ്രശ്നങ്ങളായിരിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒറ്റയടിക്ക് ചിലപ്പോൾ കമ്പൽസീവായ പ്രവൃത്തി ചെയ്യാതെ ആവുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയും മാനസികമായിട്ടുള്ള സംഘർഷം മൂലമുണ്ടാകുന്ന ടെൻഷൻ മൂലമുണ്ടാകുന്ന വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കമ്പൽസീവായ അല്ലെങ്കിൽ നമുക്ക് ഈ ഒബ്സസീവ് അല്ലെങ്കിൽ തള്ളിക്കയറി വരുന്ന ചിന്തകളുടെ സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് ഒരല്പം വൈകിക്കുക. അതായത് ഇത്തരത്തിലുള്ള ചിന്തകൾ കയറി വരുമ്പോൾ ഉടനെ തന്നെ നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങൾ, കമ്പൽസീവായ പ്രവൃത്തികൾ ഉടനെ ചെയ്യുന്നത് മാറ്റിയിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് ഒരു പീരിയഡ്
കൊടുക്കുക. ആ ഒരു 5 മിനിറ്റ് സമയത്തേക്ക് നമ്മളത് ചെയ്യാതിരിക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ് അത് അത്രയും നിർബന്ധമാണെങ്കിൽ മാത്രം ചെയ്യുക. അത് പിന്നീട് 10 മിനിറ്റ് ഇൻ്റർവെൽ കൊടുക്കുക, പിന്നീട് 20 മിനിറ്റ് ഇൻ്റർവെൽ കൊടുക്കുക. അങ്ങനെ കമ്പൽസീവായ പ്രവർത്തികൾ ചെയ്യുന്നത് മാറ്റിവെക്കുക. 5 മിനിറ്റ്, 10 മിനിറ്റ്, 20 മിനിറ്റ്, അരമണിക്കൂർ, അങ്ങനെ മാറ്റി മാറ്റി വെക്കും തോറും നമുക്ക് കമ്പൽസീവായ പ്രവർത്തികളിൽ നിന്നും അല്പം അകലം പാലിക്കാൻ സാധിക്കും. അങ്ങനെ ഇത് മാക്സിമം 20 മിനിറ്റൊക്കെ എത്തുമ്പോൾ അല്ലെങ്കിൽ 30 മിനിറ്റൊക്കെ നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയിൽ കമ്പൽസീവായ പ്രവർത്തികൾ ചെയ്യാതിരിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ പതിയെ മാറിക്കൊണ്ട് പോകണം. അങ്ങനെ പോകുന്ന സമയത്ത് തന്നെ നമുക്ക് ഒബ്സസീവായ ചിന്തകൾ തള്ളിക്കയറി നമ്മുടെ മനസ്സിലേക്ക് വന്നാലും അതിന് അനുസരിച്ച് നമ്മൾ ചെയ്തിരുന്ന കമ്പൽസീവായ പ്രവർത്തികൾ ചെയ്യാതിരിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ആർജിച്ചെടുക്കാൻ സാധിക്കും. അത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒബ്സസീവായ ചിന്തകളുടെ ശക്തി കുറയ്ക്കാൻ സാധിക്കും. കാരണം കമ്പൽസീവായ പ്രവർത്തികൾ നമ്മൾ എത്രമാത്രം ചെയ്യുന്നുവോ അത് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ മനസ്സിലേക്ക് തള്ളിക്കയറി വരുന്ന ചിന്തകളുടെ ശക്തി ഭയങ്കരമായിട്ട് കൂടും. ഇത്തരത്തിലുള്ള ഒബ്സസീവായ ചിന്തകൾ വളരെ ശക്തി കൂടിക്കൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് നമ്മളുടെ കൺട്രോൾ, നമ്മുടെ മൊത്തത്തിലുള്ള നിയന്ത്രണം തന്നെ ഇത്തരത്തിലുള്ള ഒബ്സസീവായ ചിന്തകൾ നേടിയെടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒബ്സസീവ് ചിന്തകൾ നമ്മളെ കയറി അങ്ങ് ഭരിക്കാൻ തുടങ്ങും. അതിന് കാരണം എന്നുള്ളത് നമ്മൾ കമ്പൽസീവായ പ്രവർത്തികൾ ചെയ്ത് ഒബ്സസീവായ ഇത്തരത്തിലുള്ള ചിന്തകൾക്ക് നമ്മൾ തന്നെയാണ് എന്ത് കൊടുക്കുന്നത്, അതിനുള്ള പവർ, അതിനുള്ള ശക്തി കൊടുക്കുന്നത്. അതായത് നമ്മളെ നിയന്ത്രിക്കാനുള്ള പവർ ഒബ്സസീവായ ചിന്തകൾക്ക് നമ്മൾ തന്നെ കൊടുക്കുന്നു. ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം നമ്മൾ കമ്പൽസീവായ പ്രവർത്തികൾ ആദ്യം മുതലേ ചെയ്തു തുടങ്ങിയതാണ്. പിന്നീട് അതിൽ നിന്നും കമ്പൽസീവായ പ്രവർത്തികൾ മാറ്റിയെടുത്ത് നമ്മൾ ആ ഒരു ഒബ്സസീവായ ചിന്തകൾ വരുമ്പോൾ കമ്പൽസീവായ പ്രവർത്തികൾ ചെയ്യാതെ ആവുന്നതിന് അല്പം സമയമെടുക്കും. കാരണം നമ്മൾ കുറേ കാലങ്ങളായിട്ട് കമ്പൽസീവ് പ്രവർത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കമ്പൽസീവായ പ്രവർത്തികൾ ചെയ്യാതാവുന്നതോടുകൂടി നമ്മൾ ആ ഒബ്സസീവ് ചിന്തകളുടെ ശക്തി ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ശക്തി കുറഞ്ഞ രീതിയിൽ നമ്മുടെ മനസ്സിലേക്ക് ഇത്തരം ചിന്തകൾ പതിയെ ശക്തി കുറഞ്ഞു വരാൻ തുടങ്ങും. ആ സമയത്ത് നമുക്ക് ഈ ഒരു ചിന്തകൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത അവസ്ഥയിൽ മാറുകയും ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മളെ ഒരു തരത്തിലും അലട്ടാത്ത ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും ചെയ്യും. ഇത് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറുകൾക്കും ഇത്തരത്തിലുള്ള ചികിത്സാ രീതികൾ ഫലവത്താവണമെങ്കിൽ നമ്മുടെ തലച്ചോറിന് അതിനനുസരിച്ചുള്ള ശക്തി കൊടുക്കണം. അതായത് എങ്ങനെയാണ് ഈ ശക്തി കൊടുക്കുക? നമ്മൾ കഴിക്കുന്ന മരുന്നുകളിലൂടെ നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന സെറോട്ടോണിൻ പോലെയുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ രാസപദാർത്ഥങ്ങളിലൂടെ നമ്മുടെ തലച്ചോറിന് ഇത്തരത്തിലുള്ള ചിന്തകളെ കുറയ്ക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചിന്തകളുടെ ശക്തിയെ പ്രതിരോധിക്കാൻ ഉള്ള ഒരു കഴിവ് ലഭിക്കുന്നു. ഇങ്ങനെ സെറോട്ടോണിൻ്റെയൊക്കെ അളവ് നമ്മുടെ ബ്രെയിനിൽ, നമ്മുടെ തലച്ചോറിൽ കൂടുതലായി വരികയും നമുക്ക് ഇത്തരത്തിലുള്ള ഒബ്സസീവ് ചിന്തകളെ വളരെ ഫലവത്തായ രീതിയിൽ പ്രതിരോധിച്ച് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിൽ നിന്നും പുറത്തു കടക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതിൽ ഓരോ കാര്യവും നമ്മൾ അതിപ്രധാനമായി നമ്മൾ ചെയ്യേണ്ടവയാണ്. അവസാനമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിത രീതിയിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ്. മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു ആരോഗ്യം എന്നുള്ളത് OCD മാത്രമല്ല, എല്ലാ തരത്തിലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാനും അതിനെ ചികിത്സിച്ച് ഭേദമാക്കി അതിൽ നിന്നും പുറത്തു കടക്കാനും അത്യാവശ്യമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശാരീരിക വ്യായാമം, ദിവസേന ചെയ്യേണ്ട ശാരീരിക വ്യായാമം എന്നുള്ളത് അതിപ്രധാനമായ കാര്യമാണ്. അത് നമ്മുടെ ശാരീരിക ക്ഷമതയെയും അതുപോലെ തന്നെ മാനസികമായ പ്രതിരോധ ശക്തിയെയും കൂട്ടാൻ വളരെ ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ട മൈൻഡ്ഫുൾനെസ് പോലെയുള്ള റിലാക്സേഷൻ ടെക്നിക്കുകൾ നമ്മുടെ ചാനലിൽ തന്നെ കാണാവുന്ന പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ എന്ന ചികിത്സാ രീതി അല്ലെങ്കിൽ റിലാക്സേഷൻ രീതി, ഇങ്ങനെ ഏതാണോ നമുക്ക് ഏറ്റവും ഉത്തമമായി തോന്നുന്നത് അത്തരത്തിലുള്ള ഒരു റിലാക്സേഷൻ ടെക്നിക്ക് ഉപയോഗിക്കുക. നമ്മുടെ സാമൂഹികമായ ജീവിതത്തിന് ഒന്നുകൂടി ഉണർവ് കൊടുക്കുക, ആളുകളുമായി കൂടുതൽ സംസാരിക്കുക, കൂടുതൽ ഇടപെടുക. അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗത്തിൽ ഒരു റെസ്ട്രിക്ഷൻ വയ്ക്കുക. ഒരു ദിവസം ഏതെങ്കിലും വൈകിട്ട് ഒരു 2 മണിക്കൂർ സമയം മാത്രം കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഫോണോ അതിൽ റീൽസ് കാണുകയോ അല്ലെങ്കിൽ വീഡിയോകൾ കാണുകയോ ഒക്കെയുള്ളതിന് മാറ്റി വെക്കുക. ബാക്കി സമയങ്ങൾ മുഴുവൻ നമ്മൾ വളരെ
ക്രിയാത്മകമായി വളരെ ആക്റ്റീവായ രീതിയിൽ ചെലവഴിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ എല്ലാം ചെയ്താൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു കടക്കാനായി ഉപയോഗിക്കും എന്ന് തീർച്ചയായും വിശ്വസിക്കട്ടെ. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനായാസമായി നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു കടക്കാൻ സാധിക്കും. നന്ദി, നമസ്കാരം.